രാത്രി കുറച്ച് വൈകിയാണ് അമ്മ മുറിയിലേക്ക് ചെന്നത്. അവൾ ചെല്ലുമ്പോൾ വിവേക് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെവിടെ പോയി? അവൾ പയ്യെ പറഞ്ഞു. അവൾ വാഷ്റൂം തുറന്നു നോക്കി. അവിടെയും അവനെ കണ്ടില്ല. അവൾ ഫോൺ എടുത്ത് മാളുവിനെ വിളിച്ചു. ഉറക്കം വന്ന് സഹിക്കാൻ പറ്റാതെ അപ്പുവിന്റെ ഫോൺ കട്ട് ചെയ്ത് അവൾ കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് വീണ്ടും ഫോൺ റിംഗ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. ഹലോ, നീ ഉറങ്ങിയോടി? ഇല്ലടി, ഞാനിവിടെ തലയും കുത്തി നിൽക്കുക. ഈ പാതിരാത്രി നീ എന്തിനാ തലയും കുത്തി നിൽക്കുന്നേ? അപ്പൊ നിനക്ക് അറിയാല്ലേ ഇത് പാതിരാത്രിയാണെന്ന്? അതിന് അമ്മ ഒന്ന് ഇളിച്ചു. കിണിക്കല്ലേ, വിളിച്ച കാര്യം പറയടി ശവമേ. അത് അത് പിന്നെ നിന്ന് ബബ്ബ അടിക്കാതെ കാര്യം പറയടി. അത് എടി മാളു. അതില്ലേ? ഏതില്ലേ? അത് ദേ അമ്മു, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ കാര്യം പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ വെച്ചിട്ട് പോ, എനിക്കൊന്ന് ഉറങ്ങണം. അതില്ലേ, വിവിയേട്ടൻ തന്നു. എന്ത് തന്നു? അത് മിഠായി ആണോ? ഇല്ല. പിന്നെ ഡ്രസ്സാണോ? അല്ല. പിന്നെന്താ? അത് അത് ഡീ, അത് വിവിയേട്ടൻ എനിക്ക് ഉമ്മ തന്നടി. അവൾ അലറിക്കോവി വിളിച്ചു പറഞ്ഞു. എന്താ? മാളു അന്തം വിട്ട് വിളിച്ചു ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. നീ എല്ലടി കോപ്പെ പറഞ്ഞത് അങ്ങക്ക് നിന്നെ ഇഷ്ടല്ല, എപ്പോഴും വഴക്കാണ്, വിളിക്കില്ല, സംസാരിക്കില്ല എന്നൊക്കെ. ആ, അങ്ങനെയൊക്കെ ആയിരുന്നടി. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയോ എന്തോ. ഇനി നിനക്ക് തോന്നിയതാണോ? ദേ മാളു, എന്റെ വായിന്ന് കേക്കല്ലേ. പിന്നെ നീ നേരത്തെ പറഞ്ഞതെന്താ, ഇപ്പൊ പറഞ്ഞതെന്താ? ഡി, ഞാൻ പറഞ്ഞത് സത്യ. കുറച്ചു മുമ്പ് വരെ വിവിയേട്ട എന്നോട് അങ്ങനെ തന്നെയാ പെരുമാറിയത്. എന്തിനു പറയുന്നു, ഞങ്ങൾ റൂമിൽ വെച്ച് കണ്ടപ്പോ പോലും എന്നോട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല. പക്ഷെ താഴെ ചെന്നപ്പോഴാണ് ഇങ്ങനെ പെരുമാറി. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഡി അമ്മൂസെ, ഇത് ഞാൻ പറഞ്ഞതായിരിക്കും കാര്യം. അവിടെ ജോലിയുടെ സ്ട്രെസ് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറിയത്. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാൽ ചോദിക്കാം. എന്നാ നീ വെച്ചോ, നാളെ കാണാം. അല്ല, നാളെ നീ വരില്ലേ? ഇല്ലടാ, 2 ദിവസം ഞാൻ ലീവ് എടുക്കുക. ഏട്ടൻ വന്നതിന്റെ പിറ്റേന്ന് തന്നെ എങ്ങനെയാ ഇറങ്ങി പോകുന്നേ? അത് ശരിയാ. പിന്നെ നീ വെച്ചോ, എന്തേലും ഉണ്ടേ വിളിച്ചാ മതി. ശരിയടാ. അമ്മ ഫോൺ വെച്ച് കഴിഞ്ഞതും വിവേക് റൂമിലേക്ക് കയറി വന്നു. അവളെ കണ്ട് അവനൊന്ന് ചിരിച്ചു. അവളും അവനെ നോക്കി ചിരിച്ചു. താൻ ഇരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വിവേക് ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അമ്മ അവളുടെ ലാപ്പ് എടുത്ത് ലീവ് ലെറ്റർ മെയിൽ ചെയ്തു. അത് കഴിഞ്ഞ് ബെഡൊക്കെ വിരിച്ചിട്ടു. അപ്പോഴേക്കും വിവി ഇറങ്ങി വന്നു. പിന്നെ അവളും ഫ്രഷായി വന്നു. അമ്മ ഇറങ്ങി വന്നപ്പോഴേക്കും അവൻ ബെഡിൽ കിടക്കുമായിരുന്നു. അവൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. താൻ എന്താ കിടക്കുന്നില്ലേ? അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ആ, വരുക. അവളും വന്ന് ബെഡിന്റെ മറു സൈഡിൽ കിടന്നു. അവൾ വന്ന് കിടന്നതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. ശരീരത്തിലൂടെ ഒരു വിറയൽ പോലെ തോന്നി അവൾക്ക്. അവൾ ശ്വാസം പിടിച്ചു കിടന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. വല്ലാത്ത പരിഭ്രമത്തോടെ അവൾ വിവേകിന്റെ കരവലയത്തിൽ ഒതുങ്ങിക്കിടന്നു. പുതിയൊരു പ്രോജക്റ്റ് വന്നു. ആകെ ടെൻഷനായിരുന്നു. ടെൻഷനാകുമ്പോൾ എനിക്ക് ദേഷ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാ തന്നോട് ദേഷ്യപ്പെട്ടത്. തന്നോട് മാത്രമല്ലേ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റൂ. തനിക്ക് ഒരുപാട് വിഷമമായെന്നറിയാം. സോറി, അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞു. അത് കേട്ട് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിദ്രയെ പുൽകി. രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് വിവേക കണ്ണു തുറന്നത്. തന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന അമ്മൂനെ ഒരു സൈഡിലേക്ക് മാറ്റിക്കിടത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. ഫോൺ എടുത്ത് അവൻ അമ്മൂനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അമ്മ ഉണർന്നപ്പോൾ ബെഡിൽ വിവിയെ കണ്ടില്ല. അവൾ ചുറ്റിനെ നോക്കി. ഇതെവിടെ പോയി? അപ്പോഴാണ് അവൾ ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടത്. അവൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ ഫോണിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. അവന്റെ അടുത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് അവൾക്ക് അവൻ മുമ്പ് വഴക്ക് പറഞ്ഞത് ഓർമ്മ വന്നത്. അവൻ വീണ്ടും വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതി അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി അവൾ ഇറങ്ങിയിട്ടും അവൻ സംസാരിച്ചു തീർന്നില്ലായിരുന്നു. അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. പൂജാമുറി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അടുക്കളയിൽ കയറി. ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോഴാണ് അമ്മ വന്നത്. പിന്നെ അവർ രണ്ടുപേരും കൂടി ജോലികൾ തീർത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിവിയും വന്നു. എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വിവി, നിങ്ങൾ എപ്പോഴാ മോളുടെ വീട്ടിൽ പോകുന്നത്? കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവിയമ്മ ചോദിച്ചു. ഈവനിങ് പോവാം. രാവിലെ എനിക്കൊന്ന് പുറത്തു പോണം. വിവി പറഞ്ഞുകൊണ്ട് അമ്മൂനെ നോക്കി. അമ്മ അവനെ നോക്കിയൊന്ന് മന്ദഹസിച്ചു. അവൻ തിരിച്ചു. വിമ വിളിച്ചു. അമ്മേ, അവൻ ഇനി എന്നാ വരുന്നേ? അവൻ ഇനി ക്രിസ്മസിനെ വരുള്ളൂ. പഠിക്കാൻ ഒരുപാടുണ്ടെന്നാ പറഞ്ഞേ. വിമൽ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. അവനിപ്പോ MBA ഫൈനൽ ഇയർ ആണ്. കഴിച്ചു കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അമ്മ അടുക്കളയിലേക്കും പോയി. ദേവിയമ്മയും അവളും കൂടി പാചകം എല്ലാം കഴിഞ്ഞ് സിറ്റൗട്ടിലിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. വിവി വന്നപ്പോൾ ലച്ചുവും കൂടെ വന്നോന്നറിയില്ല. സംസാരിക്കുന്ന കൂട്ടത്തിൽ ദേവിയമ്മ പറഞ്ഞു. അതാരാമേ ഈ ലച്ചു? ലച്ചുവിന്റെ മോൾക്ക് അറിയില്ലേ? ലക്ഷ്മി വിവയുടെ കൂടെ വർക്ക് ചെയ്യുന്നേ. ലക്ഷ്മി എന്ന പേര് കേട്ടതും മുൻപ് അമ്പലത്തിൽ പോയപ്പോ അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത് അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. അവൾ ആത്മകഥം പറഞ്ഞു. ലക്ഷ്മിയെ അവന് വേണ്ടി വിവാഹം ആലോചിച്ചതാ. പക്ഷെ ചന്ദ്രന് ഇഷ്ടമല്ലായിരുന്നു. അതാ നടക്കാഞ്ഞേ. അത് കേട്ടപ്പോ അവൾക്ക് എന്തോ പോലെ തോന്നി.
എങ്കിലും അവൾ അത് പുറത്തു കാണിക്കാതെ അവനോട് ചിരിച്ച് സംസാരിച്ചു. വൈകിട്ട് അവൻ വന്നപ്പോൾ രണ്ടുപേരും കൂടി അവളുടെ വീട്ടിൽ പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു പോയി. വിവേട്ടാ, ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന വിവേകിന്റെ അടുത്ത് നിന്ന് അമ്മ വിളിച്ചു. എന്താ അമ്മു? ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നാളെ മുതൽ ജോലിക്ക് പോണം, ലീവ് ഇന്നുവരെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഒരു വിഷമത്തോടെ പറഞ്ഞു. അതിനെന്താ, താൻ നാളെ മുതൽ പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏട്ടന് പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നം? താൻ ലീവ് എടുത്താൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ താൻ വെറുതെ ഇരിക്കണം. അതിനേക്കാളും ജോലിക്ക് പോകുന്നത് നല്ലത്. തന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാത്തതും അതുകൊണ്ടാണ്. അവിടെ ഇരുന്ന് താൻ ബോറടിക്കും. അമ്മ ഓനെ നോക്കി വെറുതെ ചിരിച്ചതേ ഉള്ളൂ. ശരി, താൻ കിടന്നു, രാവിലെ പോകേണ്ടതല്ലേ? വിവി പറഞ്ഞതും അവൾ കട്ടിലിന്റെ മറു സൈഡിൽ വന്ന് കിടന്നു. അവനും ലൈറ്റ് അണച്ചു കിടന്നു. വല്ലാത്ത ദാഹം തോന്നിയപ്പോഴാണ് അമ്മ കണ്ണു തുറന്നത്. ടേബിളിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ചു. തിരികെ കിടക്കാൻ നോക്കുമ്പോഴാണ് കട്ടിലിൽ വിവിയെ കണ്ടില്ല. എവിടെ പോയി? അവൾ വാഷ്റൂമിൽ പോയി നോക്കി. അവിടെ അവൻ ഇല്ലായിരുന്നു. ബാൽക്കണിയിൽ നോക്കിയപ്പോൾ അവിടെയും ഇല്ല. അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നോക്കിയപ്പോൾ ടെറസിലേക്കുള്ള ഡോർ തുറന്നു കിടക്കുന്നു. അവൾ അങ്ങോട്ട് ചെന്നു. അവിടെ വിവേക ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ലച്ചു എന്ന് വിളിക്കുന്നത് കേട്ടത്. ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അവൻ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് അവളെ കണ്ടില്ല. അവൾ അവൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇതുവരെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാ നടന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിന് മറുപടിയായി ലക്ഷ്മി അവിടെ നിന്നും എന്തോ പറഞ്ഞു. അത് വേണോ ലച്ചു? അതൊരു പെൺകുട്ടിയല്ലേ? എനിക്കൊരു സിമ്പതിയില്ല. നിന്നേക്ക വലുതല്ല എനിക്ക് മറ്റൊന്നും. നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ അവൾക്കൊരു ജീവിതം ഇല്ലാതാകരുത്. നിനക്കെന്താ, എന്നെ വിശ്വാസമില്ലേ? എപ്പോ വിളിച്ചാലും ഇതാ ചോദിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഉണ്ടായിട്ടില്ല. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ. അവൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിന്നതും ഒരു നിമിഷം തലയിൽ ഒരു ഇരുമ്പുകൂടം വെച്ച് അടിച്ചതുപോലെ തോന്നി അമ്മുവിനെ. വിവിയേട്ട ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ കേട്ടതിന്റെ തെറ്റാണോ? അവൾ ഒന്നുകൂടി അവനെ നോക്കി. അവൻ ഇപ്പോഴും അവിടെ നിന്ന് സംസാരിക്കുന്നു. താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിദഗ്ധമായി തന്നെ തന്റെ കുടുംബത്തെ ചതിച്ചിരിക്കുന്നു. അതെ, ചതി, ചതി. അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവിടെ നിന്നും അവൾ എങ്ങനെയൊക്കെയോ റൂമിലെത്തി. കട്ടിലിൽ വന്ന് കിടന്നു. അവളുടെ മനസ്സിലേക്ക് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഉള്ളപ്പോഴുള്ള നിമിഷങ്ങൾ ഓർമ്മ വന്നു. അവളുടെ കുട്ടിക്കാലം മുതലുള്ള അവളുടെ ഓരോ വളർച്ചയിലും കൂടെ നിൽക്കുന്ന ഏട്ടൻ, മാളു, അങ്ങനെ എല്ലാവരും. ഓരോ നിമിഷവും അവൾ ഓർത്തെടുത്തു. ഒടുവിൽ അവളുടെ കല്യാണവും. പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു. ഫോൺ എടുത്ത് അച്ഛന്റെ നമ്പർ ഡയൽ ചെയ്തു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അച്ഛൻ വിവാഹം നടത്തിയത്. ഇതൊരു ചതിയാണെന്ന് അച്ഛൻ അറിഞ്ഞാൽ, ഈശ്വര, എന്റെ അച്ഛൻ. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അവൾ അപ്പുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. പെട്ടെന്ന് തന്നെ അവൾ അതും കട്ട് ചെയ്തു. ഇല്ല, അപ്പുവേട്ടൻ അറിഞ്ഞ അച്ഛൻ അറിയും. അത് പ്രശ്നമാകും. ഈശ്വര, ഞാൻ എന്താ ഇനി ചെയ്യുക? അവൾ മുഖം പൊത്തിയിരുന്ന് കരഞ്ഞു. പെട്ടെന്ന് വിവേക് റൂമിലേക്ക് നടന്നു വരുന്നതിന്റെ സൗണ്ട് കേട്ടതും അവൾ കട്ടിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു. വിവേക് റൂമിലേക്ക് വന്നതും ഉറങ്ങുന്ന അമ്മുവിനെയാണ് കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് പയ്യെ അവളുടെ തലയിലൊന്ന് തലോടി. സോറി അമ്മു, എനിക്ക് എന്റെ ലച്ചു അത്രയും പ്രിയപ്പെട്ടതാണ്. അവളേക്കാൾ വലുതല്ല മറ്റൊന്നും. നീ എന്നോട് ക്ഷമിക്ക്. അവൾ ഉറങ്ങുകയാണെന്ന് കരുതി അവൻ പയ്യെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവന്റെ വാക്കുകൾ കേട്ട് അമ്മു കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ ഇറുകെ അടച്ച് അവൾ കിടന്നു. വിവേക് എഴുന്നേറ്റ് മറുവശത്തായി പോയി കിടന്നു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു മുമ്പ് വരെ അവന്റെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന അവൾ ഇപ്പോൾ അവന്റെ സ്പർശനത്തെ അറപ്പോടെയാണ് കണ്ടത്. അങ്ങനെ കിടന്നുകൊണ്ട് അവൻ ഉറങ്ങി. അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ പയ്യെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി. ഡോർ ലോക്ക് ചെയ്ത് അവൾ അതിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം അവൾ എഴുന്നേറ്റ് മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങി. റൂമിലേക്ക് വന്നപ്പോൾ വിവേക് കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. അവനെ നോക്കുന്തോറും അവളുടെ മനസ്സ് അവനോടുള്ള വെറുപ്പ് കുമിഞ്ഞുകൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ സോഫയിൽ പോയി കിടന്നു. രാവിലെ വിവേക് ഉണരുമ്പോൾ അമ്മ അവിടെ ഇല്ലായിരുന്നു. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ലക്ഷ്മിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. ഉടൻ തന്നെ ലക്ഷ്മി തിരികെ വിളിച്ചു. എന്താ ലച്ചു ഇപ്പൊ വിളിച്ചേ? നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞതല്ലേ. അവൾ എപ്പോഴാ കയറി വരുന്നതെന്ന് അറിയില്ല. അവൾ എപ്പോ വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല വിവി. എനിക്ക് നിന്നോട് സംസാരിക്കാൻ തോന്നുമ്പോൾ ഞാൻ വിളിക്കും. അവൾ ഒരു വാശി പോലെ പറഞ്ഞു. നീ എന്താ ലച്ചു ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ആരെങ്കിലും കേട്ടാ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തതെല്ലാം വെറുതെ ആകില്ലേ? എനിക്കറിയില്ല വിവി, ഞാൻ ആകെ ടെൻഷനില്ല. വീട്ടിലാണെ കല്യാണം നോക്കുന്നെന്നും പറഞ്ഞ് അമ്മ വിളിച്ചോണ്ടിരിക്കുക. ഇവിടെയാണെ നീയുമില്ല. ആകെ ഭ്രാന്ത് പിടിക്കുക. എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ കയറി വരാം. അത് വേണ്ട, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. നീ എന്തിനാണോ അങ്ങോട്ട് പോയത് അത് പൂർത്തിയാക്കിയിട്ട് വന്നാ മതി. നീ ടെൻഷൻ ഒന്നും അടിക്കാതെ റെസ്റ്റ് എടുക്ക്. ഇന്ന് ഓഫീസിൽ പോണ്ടേ? അല്ലെങ്കിൽ ഇന്ന് ലീവ് എടുക്ക്. കുഴപ്പമൊന്നുമില്ല, നീ പെട്ടെന്ന് വന്നാ മതി. ഐ വിൽ മിസ് യു. മിസ് യു ടു ബേബി. ഉമ്മ ഉമ്മ, ടേക്ക് കെയർ, ബൈ. ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. എന്നാൽ അവരുടെ ഈ സംസാരങ്ങളൊക്കെ പുറത്തുനിന്ന് അമ്മു കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു.
ഓഫീസിലേക്ക് പോകാനായി റെഡിയാകാൻ വന്നതായിരുന്നു അവൾ. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ മുഖം തുടച്ച് അകത്തേക്ക് കയറി. എന്നിട്ട് വേഗം തന്നെ പോകാനായി റെഡിയാക്കാൻ തുടങ്ങി. ഒരു പിങ്ക് ടോപ്പും വൈറ്റ് ലെഗിൻസുമായിരുന്നു വേഷം. അവൾ റെഡിയായപ്പോഴേക്കും വിവേക് ഫ്രഷായി വന്നു. അവൻ കുറച്ചു സമയം അവളെ തന്നെ നോക്കി നിന്നു. ഇവൾ എന്തൊരു സുന്ദരിയ! ലച്ചു എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവളെ വിട്ടുകളയില്ലായിരുന്നു, അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് അമ്മു കണ്ണാടിയിൽ കൂടി പിന്നെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിവേകിനെ കണ്ടത്. അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് വെറുപ്പാണ് തോന്നിയത്. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ അവനെ നോക്കി ചിരിച്ചു. പോകാറായോടോ? അവളുടെ ചിരിക്ക് മറുപടിയായി അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും അവൾ സംയമനം പാലിച്ചു. എന്നിട്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തല കുലുക്കി. ഞാൻ കൊണ്ടുവിടണോടോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. വേണ്ട, ബസ്സിൽ പോയിക്കോളാം, മാളും ഉണ്ട്, അവൾ വെയിറ്റ് ചെയ്യും. അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. താഴേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താഴേക്ക് വന്ന് എന്തൊക്കെയോ നുള്ളിപ്പിറക്കി കഴിച്ചുകൊണ്ട് അവൾ അമ്മയോട് യാത്രയും പറഞ്ഞ് ബാഗും എടുത്ത് പോകാനിറങ്ങി. ഇതെന്താ മോളെ ഇന്ന് ഇത്രയും നേരത്തെ പോകുന്നത്? ഇറങ്ങാൻ നേരം ദേവിയമ്മ അവളോട് ചോദിച്ചു. 2 ദിവസം ലീവായിരുന്നില്ലേ അമ്മ, അതിന്റെ പെൻഡിങ് വർക്ക്സ് ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോണം. അതും പറഞ്ഞ് ദേവിയമ്മയുടെ യാത്രയും പറഞ്ഞ് അവൾ പോയി കുറച്ചു കഴിഞ്ഞാണ് വിവേക് താഴേക്ക് വന്നത്. അമ്മ എവിടെയമ്മ? അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. അവൾ പോയല്ലോ, നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അവനുള്ള ചായയും എടുത്തുകൊണ്ട് വരുന്നതിനിടയ്ക്ക് ദേവിയമ്മ പറഞ്ഞു. ഇല്ല, റൂമിൽ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. മോൾക്കിന്ന് നേരത്തെ പോകണമായിരുന്നു, അതിന്റെ വിപ്രാളത്തിൽ നിന്നോട് പറയാൻ മറന്നതാകും. അതെന്താ ഇന്ന് നേരത്തെ പോകുന്നത്? പ്ലേറ്റിലേക്ക് ദോശ എടുത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നീ വന്നതുകൊണ്ട് അവള് 2 ദിവസം ലീവ് എടുത്തില്ലേ, അതിന്റെ പെൻഡിങ് വർക്ക്സ് ഉണ്ടെന്ന്, അതിനാ നേരത്തെ പോയത്. ദോശയിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ദേവിയമ്മ പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. ഇതേ സമയം അമ്മ ബസ്സിലിരുന്നുകൊണ്ട് ആലോചിക്കുമായിരുന്നു വിവേകിന്റെ അഭിനയത്തെപ്പറ്റി. എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ ഓരോന്നും ചെയ്യുന്നത്. ആർക്കും ഒരു സംശയമില്ല, അത്രയും പെർഫെക്റ്റ് പ്ലാനായിരുന്നു. അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് സ്വന്തം ആഗ്രഹം നേടുന്നു. സ്വാർത്ഥത അല്ലാതെ എന്താ? ഇത്രയും സ്വാർത്ഥരായ മനുഷ്യരുണ്ടോ? ഒരേ സമയം അവൾക്ക് അവളുടെ വീട്ടുകാരോട് പോലും ദേഷ്യം തോന്നി. ഇപ്പോഴേ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത്. ആലോചനയ്ക്കൊടുവിൽ അവൾ ഓഫീസിലെത്തി. ഓഫീസിന്റെ മുന്നിൽ തന്നെ മാളു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അമ്മ അവിടെ തന്നെ നിന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, തന്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവർ, തന്റെ മുഖമൊന്ന് വാടിയ അവൾക്ക് മനസ്സിലാകും. പാടില്ല, അവളിപ്പോ ഒന്നും അറിയാൻ പാടില്ല. അവൾക്കത് സഹിക്കില്ല. അത് മാത്രമല്ല, അവൾ അറിഞ്ഞ ഏട്ടൻ അറിയും. അമ്മ മുഖം ഒന്നുകൂടി തുടച്ചു. എന്നിട്ടൊരു പുഞ്ചിരി വരുത്തി മാളുവിന്റെ അടുത്തേക്ക് ചെന്നു. എവിടെയായിരുന്നടി ഇത്രയും നേരം? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തുകെട്ടി നിൽക്കുവാന്നറിയോ? ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞ് എന്നെ ഇവിടെ പോസ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നോടി. അമ്മൂനെ കണ്ട ഉടനെ മാളു ടെററായി. അയ്യോ, എന്റെ മാളമ്മ കലിപ്പിലാണല്ലോ. അമ്മ മാളുവിന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. പെണെ, എന്റെ വാങ്ങിക്കലേ, നീ നിന്റെ കെട്ടിയവനോട് ശൃംഗരിച്ച് നിന്നിട്ടല്ലേടി ലേറ്റ് ആയത്. അത് കേട്ടത് അമ്മുന്റെ മുഖമൊന്ന് വാടി. അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ മാളുവിനെ നോക്കി ചിരിച്ചു കാണിച്ചു. അയ്യടാ, എന്താ സന്തോഷം? മാളു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓടി എവിടെന്ന്, വാ ഇങ്ങോട്ട്. അവിടെ 100 കൂട്ടം പണിയുള്ളപ്പോഴാ ഇവിടെ കിടന്ന് വായിട്ടലയ്ക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് അമ്മ മാളുവിനെ വിളിച്ചുകൊണ്ട് പോയി. മനസ്സ് നേർന്നുണ്ടെങ്കിലും അവൾ അത് പുറത്തു കാണിക്കാതെ ഒരു പുഞ്ചിരിയുടെ ആവരണം അണിഞ്ഞു നിന്നു. വൈകുന്നേരം വരെ അവൾ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. വേറെ ഒരു ചിന്തയും മനസ്സിൽ വരാതെ നോക്കി. ജോലി കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് മാളു അമ്മുവിന്റെ കയ്യിൽ പിടിച്ചു. അമ്മു നോക്കിയപ്പോൾ മാളു എങ്ങോട്ടോ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവൾ നോക്കിയ ഭാഗത്തേക്ക് നോക്കിയ അമ്മു ഞെട്ടിപ്പോയി. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാറിൽ ചാരി വിവേക് നിൽക്കുന്നു. അത് കണ്ട് അവൾക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. ഇവിടെ സ്വസ്ഥത വരില്ല, ആരെ കാണിക്കാൻ വേണ്ടിയാ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? അതും മനസ്സിൽ ആലോചിച്ച് നിന്നപ്പോഴേക്കും മാളു അവളുടെ കൈയും പിടിച്ച് വിവേകിന്റെ അടുത്തേക്ക് പോയി. മാളുവിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. അവൾ തിരിച്ച് നിറഞ്ഞ പുഞ്ചിരി നൽകി. ഞാൻ അമ്മൂനെ കൂട്ടാൻ വന്നതാ, അവൻ അവരോടായി പറഞ്ഞു. അതെന്തിനാ? ഞാൻ മാളുവിനൊപ്പം വന്നോളാം. പെട്ടെന്ന് അമ്മു ഗൗരവത്തിൽ പറഞ്ഞതും വിവേകം മാളു അവളെ നോക്കി. അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് അവൾ ഓർത്തത്. അല്ല, വിവേട്ട ഇതുവരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. എന്നാലേ ഇത്തിരി ബുദ്ധിമുട്ടാൻ ഞാൻ തയ്യാറാ. എന്റെ ഭാര്യ കഴിഞ്ഞു മതി മറ്റെന്തും, അല്ലേ മാളു? അതാണ് സ്നേഹമുള്ള ഭർത്താവായ ഇങ്ങനെ ആയിരിക്കണം. നിന്ന് താളം ചവിട്ടാതെ ചെല്ലടി അങ്ങോട്ട്. മാളു അവളെ പിടിച്ച് കാറിൽ കയറ്റി. മാളു തനിച്ചു പോകും, ഞാൻ കൊണ്ടാക്കണോ? ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കൊണ്ട് വിവേക് മാളുവിനോട് ചോദിച്ചു. അയ്യോ വേണ്ടേ, ഞാൻ എന്നും തനിച്ചു തന്നെയാ വരുന്നതും പോകുന്നത്, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. ഇപ്പൊ കെട്ടിയോളെയും കൂട്ടി പോവാൻ നോക്ക്, അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഓക്കെ, ബൈ ബൈ. മാളുവിന് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് അവൻ അമ്മുവിനെ നോക്കി ചിരിച്ചു. അവളും അവനെ നോക്കി വിളറിയ ചിരി നൽകി. എന്നിട്ട് നേരെ നോക്കിയിരുന്നു. സമ്മതിക്കണം ഇയാളെ, എന്തൊരു അഭിനയം! ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ഇയാൾക്ക് തന്നെ കിട്ടും, വൃത്തികെട്ട പട്ടി. അവൾ മനസ്സിൽ അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു.
വിവേക മനസ്സിൽ പല കണക്കുകൂട്ടലുകളുമായി കാർ മുന്നോട്ടെടുത്തു. അമ്മുവിന് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ കുറിച്ചറിയാതെ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു.